എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകൊക്കെ ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായി എണ്ണയിൽ കിടന്നൊന്ന് വെന്ത് വരണം. നമുക്ക് ഇത് മാവിന്റെ കൂടെ ചേർത്ത് പരത്താനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഇതുപോലെ നന്നായി ഒന്ന് വാടി വെന്ത് വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇത് മാവും ഈ ഉരുളക്കിഴങ്ങും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും ഒക്കെ ചേരുന്നത് കൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇനി നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി അതിലേക്ക് തളിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. കൈകൊണ്ട് നമ്മൾ എത്രത്തോളം കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുന്നോ അത്രത്തോളം നന്നായിട്ടിരിക്കും നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന പലഹാരം. ഇനി ഇതിൽ നിന്ന് ഒരേ വലിയ ബോളാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തി പ്രസ്സിനകത്ത് വെച്ചൊന്ന് പരത്തിയെടുക്കാം. ഒരട്ടിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അതേ ഒരു വലുപ്പത്തിൽ വേണം ഈ ഓരോ ബോൾ തയ്യാറാക്കി എടുക്കാൻ. ഈ ഒരു വലുപ്പത്തിൽ തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്ക് പ്രസ്സിലേക്ക് വെച്ച് കൊടുത്ത് ഒരട്ടിക്ക് പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരു സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മറിച്ച് വെച്ച് മറു സൈഡ് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു പാത്രം ഉപയോഗിച്ച് നല്ല റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കനം കൂടി പോകാനും പാടില്ല, ഒരുപാട് കനം കുറഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഈ ഒരു വലുപ്പത്തിലെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ വേണ്ട. ഇനി അതിലേക്ക് ചൂടായി വരുമ്പോൾ ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുട്ടി ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചു വിട്ട് നല്ല രീതിയിലൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കറിയൊന്നും ആവശ്യമില്ലാതെ തന്നെ സൂപ്പർ ടേസ്റ്റുള്ള ഉരുട്ടി തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുപോലെ തന്നെ രാവിലെയോ രാത്രിയോ നമുക്ക് ഏത് സമയം വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.